ഈ ഓണർ ഏത് ജോലി ഏറ്റെടുക്കും, അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കും. കസ്റ്റമർ ഏതെങ്കിലും എവിടെയൊക്കെ ലൂപ്പ് ഹോൾസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഗ്യാപ്സ് വരുന്നുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി ആള് വന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന വേറൊരു തൊഴിലാളി ഉണ്ടാവില്ല. ഇതിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ നമ്മുടെ തൊഴിലാളികളെ വെക്കുന്നത്. അനഫിക സ്മൈൽ ടോക്സിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവരെയും വീണ്ടും നമ്മൾ സ്വാഗതം ചെയ്യാണ്. അതെ, നമ്മളെ വീഡിയോസ് കുറെ ഭയങ്കരമായി റീച്ച് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടതിന് ശേഷം ഒരുപാട് പേര് നമ്മളെ വീഡിയോസിന് താഴെ കമന്റ്സുകളായിട്ട് ചോദിക്കുന്നുണ്ട് പല സംശയങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇന്ന് ആ സംശയത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സ്പെഷ്യൽ ഒരു ചോദ്യം, എപ്പോഴാണ് ചെറുകിട ബിസിനസ്, നമ്മൾ ചെറുകിട ബിസിനസ്സുകാരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതെ, ചെറുകിട ബിസിനസ് എപ്പോഴാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത് എന്നാണ് അവരുടെ ഒരു ചോദ്യം. ചെറിയ ബിസിനസ് വലിയ എക്സ്പാൻഷൻ, വലിയ ചോദ്യങ്ങളാണ്. ആ ബിസിനസ് തന്നെയാണോ എക്സ്പാൻഷൻ ചെയ്യേണ്ടത്, അതോ ഇപ്പൊ ഇതിൽ ഒരു ബിസിനസ്സിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ മത്സരങ്ങൾ നടക്കുന്നു, വലിയ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ അത് തന്നെയാണോ ഈ വീണ്ടും എക്സ്പാൻഷൻ ചെയ്യേണ്ടത്, അതോ വേറെ വല്ലതിലേക്കും പോവുകയാണോ വേണ്ടത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് കണ്ടത്. രാജിന് പറയാനുള്ളത് എക്സ്പാൻഷൻ എപ്പോ സ്റ്റാർട്ട് ചെയ്യണം? അനഫിക, എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു ബിസിനസ്സും ചെറുതല്ല, നമ്മൾ ബിസിനസ്സുകാരാണ് ചെറുതാവുന്നത്. നമുക്ക് മെഴുകുതിരിയുടെ ബിസിനസ് എടുത്തു നോക്കൂ, ആ ബിസിനസ്സും വലിയ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലേ? അതേസമയം വലിയ കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നമ്മളുടെ മനസ്സ്, നമ്മളുടെ കാഴ്ചപ്പാടാണ് ഇത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഒരു ബിസിനസ്സും ചെറുതല്ല, വലിയൊരു ചിന്തയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, നമുക്ക് നമ്മുടെ ബിസിനസ് ചെറുതായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ സ്ഥിരം അതിലിങ്ങനെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നു, നമ്മൾ പറയുന്നതും അത് തന്നെയാണ്. എന്റെ ഒരു കൊച്ചു ബിസിനസ്സാണ്, ചെറിയ ബിസിനസ്സാണ്, പക്ഷെ അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ ഈ ഒരു ബിസിനസ്സിനെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവിടെ ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുന്നില്ല. നമ്മൾ എവിടെയാണോ, ഏത് കസാരയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കസാരയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എത്രയോ ഡ്രീം കാണുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ എപ്പോഴും വലുതായി കാണണം. നമ്മൾ ഈ ചോദ്യത്തില് എനിക്കൊരു സംശയം തോന്നിയത്, നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, അതിൽ കൃത്യമായി ബിസിനസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡെവലപ്പൊക്കെ, ആ ഷോപ്പ് ഡെവലപ്പായി നമുക്ക് കുറച്ചൊക്കെ വരുമാനമൊക്കെ വന്നു തുടങ്ങുമ്പോൾ, തൊട്ടടുത്ത് ആരെങ്കിലും ഒരു ഷോപ്പ് വിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾക്ക് ഷോപ്പ് വേണോ? അപ്പൊ നമ്മള് ക്യാഷ് ഉണ്ടെങ്കിൽ അതങ്ങ് വാങ്ങിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഷോപ്പ് ഇതിലെല്ലാം ഏകദേശമൊക്കെ ആകുമ്പോൾ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ തപ്പും, അവിടെ പോയി ഒരു ഷോപ്പ് എടുക്കും, പിന്നെ അപ്പുറത്തൊന്ന് പോയി എടുക്കും, ഇപ്പുറത്തൊന്ന് പോയി എടുക്കും. ഇങ്ങനെ ഈ ഷോപ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതിന് കൃത്യമായൊരു സിസ്റ്റം ഉണ്ടോ, ഒന്നുകൂടെ. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരൊറ്റ ഷോപ്പിൽ കിട്ടിയ ഒരു പ്രോഫിറ്റ് പോലും ചിലപ്പോൾ 4 or 5 ആകുമ്പോൾ കിട്ടില്ല. കാരണം ഒരു പക്ഷേ ഈ ഇവിടുത്തെ കസ്റ്റമറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ആയി പോവാം. അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കൃത്യതയിൽ വരുന്നില്ല. കാരണം ഒരുപാട് ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അപ്പുറത്ത് കുറെ ആളുകളെ കൊണ്ടുപോകും. അപ്പൊ ഇതാണ് ഒരു ചെറുകിട ബിസിനസ്സുകാരെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാന കാര്യം. ഒരു ഷോപ്പ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ അവിടെ നിൽക്കുന്നു, നിങ്ങൾ തന്നെ വാങ്ങുന്നത്, നിങ്ങൾ തന്നെയാണ് വിൽക്കുന്നത്, നിങ്ങൾ തന്നെ വെണ്ടറെ കാണുന്നു, കസ്റ്റമറെ കാണുന്നു. അത് കണ്ടിട്ട് പെട്ടെന്നൊരു എക്സ്പാൻഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ കൂടെ പല ആളുകൾ വന്നാൽ എങ്ങനെ അവരെ മേക്കപ്പ് ചെയ്യണം, അതിന് വേണ്ട സിസ്റ്റം ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കൃത്യമായ രൂപം വന്നതിന് ശേഷമേ എക്സ്പാൻഷൻ ചെയ്യാവൂന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ അതിൽ അടി കിട്ടിയ ആളാണ്. കൃത്യമായ അടി കിട്ടിയതും അനുഭവമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുഭവം ഗുരു, അതാണ്. അതുകൊണ്ട് ഇതിന് കൃത്യമായ സിസ്റ്റവും കൃത്യമായ കണക്കും അക്കൗണ്ടിങ്ങും എല്ലാം ചെയ്തതിന് ശേഷമേ നെക്സ്റ്റ് ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവാം. നമ്മള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഏറ്റവും നല്ല, ഏത് ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും നല്ല ചെറുകിട ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അവിടുത്തെ എംപ്ലോയി എന്ന് പറയുന്നത് ഈ ഓണറാണ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഈ ഓണർ ഏത് ജോലി ഏറ്റെടുത്തും അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കും. കസ്റ്റമർ ഏതെങ്കിലും എവിടെയൊക്കെ ലൂപ്പ് ഹോൾസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഗ്യാപ്സ് വരുന്നുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയി ആള് വന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന വേറൊരു തൊഴിലാളി ഉണ്ടാവില്ല. ഇതിന്റെ റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ നമ്മുടെ തൊഴിലാളികളെ വെക്കുന്നത്. ഇവിടെയാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ കാണുന്നുണ്ട് ഈ ചെറുകിട ബിസിനസ്സിലുള്ള ഏകദേശം അറിയുന്നതല്ല, ഞാൻ ഒരാളെയും പിന്നെ കണ്ടിട്ടില്ല ഇതുപോലെ അങ്ങ് ഒന്ന് തുറക്കും, അപ്പുറത്ത് തുറക്കും, ഇപ്പുറത്ത് തുറക്കും, അവസാനം ആകെ സ്ട്രഗിളിലാവും. കാരണം ഇവിടെ അവൻ വർക്ക് ചെയ്തതാണ്, ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ്, അവന്റെ വിചാരം അപ്പുറം പോയി തുറന്നാലും ഇത് കിട്ടും എന്നാണ്. പക്ഷെ അവിടെ നിൽക്കുന്നത് വർക്കേഴ്സ് ആയിരിക്കും, ടീമിലുള്ള ആളുകളായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യില്ല, അത് ക്രിയേറ്റ് ചെയ്യില്ല. കാരണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ആരെങ്കിലും വിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഷോപ്പ് ഒരു പ്രയാസപ്പെടുകയാണെങ്കിൽ വേറെ ഈ നല്ല ഉഷാറായി നിൽക്കുന്ന ഷോപ്പിന്റെ ഉടമയോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ മൂലം ഏറ്റെടുക്കുക.
അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കരുതിയിട്ട് അങ്ങ് ചാടി സ്വീകരിക്കുക ചെയ്യാം. നമ്മളുടെ ഷോപ്പിലുള്ള അതേപോലെ ലാഭം അവിടെയും കിട്ടുമായിരിക്കും എന്നുള്ള ഒരു ധാരണയിലാണ് അത് ചെയ്യുന്നത്. അവിടെ നടക്കുന്നത്. അതെ. അപ്പൊ എപ്പോഴാണ് എക്സ്പാൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിന് ആദ്യം നമുക്ക് പറയാനുള്ളത് കൃത്യമായൊരു സിസ്റ്റം, അതായത് ഒരു സീലടിക്കും പോലെ. ഞാനിവിടെ ഒരു സീലടിച്ച നെക്സ്റ്റ് അപ്പുറത്ത് പോയി സീലടിക്കും പോലെ. അപ്പൊ അത് ഫുൾ സെറ്റ് ചെയ്താൽ നമുക്ക് സീലടിക്കും പോലെ അപ്പുറത്ത് കൊണ്ട് സീലടിക്കാൻ പറ്റും. അതായത് സിസ്റ്റം ആണെങ്കിൽ അതേപോലെ അപ്പുറത്ത് കൊണ്ട് സീലടിക്കാൻ പറ്റും, അപ്പുറത്ത് കൊണ്ട് സീലടിക്കാൻ പറ്റും. അങ്ങനെയാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. അതെ. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഓഫർ കാണുന്നു, അവിടെ ഒരു സാധ്യത, പഠനം പോലും നടക്കുന്നില്ല. മാർക്കറ്റ് പഠനമോ അവിടെ ലാഭം ഉണ്ടാവോ, അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ സ്വഭാവം എന്ത്, ഇതൊന്നും പഠനമൊന്നും നടത്താതെ ഓടിപ്പോയി അങ്ങ് അവിടെ തുറക്കുന്നത് ഒരു അത്ര നല്ലൊരു കാര്യമായിട്ട് എല്ലാം എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു അനുഭവം കൂടെയാണ് നമ്മുടെ ചെറിയ ബിസിനസ്സുകാരോട് പറയാനുള്ള ഒരു അനുഭവം. അതെ, നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും ബിസിനസ്സിന് ഒരു അച്ചടക്കം ഉണ്ട്. അതെ. ആ അച്ചടക്കം ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ കുറച്ച് പോളിസീസ് നമ്മൾ കൊണ്ടുവരണം, കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരണം, കുറച്ച് പ്രിൻസിപ്പിൾസ്, എത്തിക്സ് നമ്മൾ കൊണ്ടുവരണം. ഈ എത്തിക്സിന്റെ കീഴിൽ, ഈ പ്രിൻസിപ്പിൾസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മൾ, ഈവൻ നമ്മൾ ഓണേഴ്സ് പോലും. അതിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾക്കും അതുപോലെ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ചാലഞ്ചസ് ഇനിയുണ്ട്. ജോഗ്രഫിക്കലി മാറുമ്പോൾ ഒരുപക്ഷെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ നേച്ചർ ആയിരിക്കണമെന്നില്ല അപ്പുറത്ത്, ഇവിടെയുള്ള കോമ്പറ്റീഷൻ ആയിരിക്കണമെന്നില്ല അപ്പുറത്തുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകളുടെ പ്രയോറിറ്റീസ് ആയിരിക്കണമെന്നില്ല അപ്പുറത്തുള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ നമ്മുടെ റെപ്ലിക്കേഷന് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. വേറൊന്നും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് എന്താ, ഇപ്പൊ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവൻ നല്ല ബിസിനസ് നടക്കുന്നു, തൊട്ടപ്പുറത്തെ ബിസിനസ്സുകാരൻ പോകുമ്പോ ഇനി ആരെങ്കിലും വന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് എന്റെ കസ്റ്റമറെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഇനി എന്തായാലും വേണ്ടില്ല, വേറെ ആള് വരുന്നേക്കാൾ നല്ല ഞാൻ തന്നെ അത് വാങ്ങിയിട്ട് അത് അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ അപ്പുറമൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു എന്താണ് ഇങ്ങനെ ചാടിയുള്ള ഒരു തീരുമാനം ചെയ്യുന്നത് സയന്റിഫിക് ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞ മാതിരി ജോഗ്രഫി പഠിക്കണം, അപ്പുറത്ത് അങ്ങനത്തെ കസ്റ്റമേഴ്സിന്റെ നേച്ചർ പഠിക്കണം. ഇതൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കണം ഈ കാര്യം ചെയ്യാൻ. അതുപോലെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഷോപ്പ്, ഒരു ചെറുകിട ബിസിനസ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ നമ്മളുടെ മൈൻഡ് സെറ്റാണ് കൊടുക്കുന്നത്. നമ്മളാണ് അവിടുത്തെ വിഷണറി, നമ്മളെയാണ് അവർ കാണുന്നത്. ആ വിഷണറിയെ കണ്ടുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മളുടെ ആ മൈൻഡ് സെറ്റ് അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് ഇതെല്ലാം പഠിപ്പിച്ച് പ്രോപ്പറാക്കി കൊണ്ടു നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അവിടെ അവരെ ലീഡ് ചെയ്യാനുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ അവിടോട്ട് ഇവിടുത്തെ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് അവർക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് അവിടെ ഒരു സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ സൊല്യൂഷൻ. പക്ഷെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയിപ്പോ നമ്മൾ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ബിസിനസ് പ്രോപ്പർ ആണെന്ന് പറഞ്ഞാലും അവിടെ ഇപ്പോൾ ഒരാളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ റിവ്യൂ സിസ്റ്റം പക്ക ആയിരിക്കണം. റിവ്യൂ സിസ്റ്റം ഒരിക്കലും നമ്മൾ റിവ്യൂ ഇല്ലാതെ ഒരു ബിസിനസ് മറ്റൊരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കരുത്. അതൊക്കെ ഞാനും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് നമ്മളെ ആളുകളുണ്ട്. അതെ, ചില ഭാഗങ്ങളിലൊക്കെ റിവ്യൂ ചെയ്യാൻ ഭയമാ. അതെ, ഇങ്ങനെ ഇഷ്ടം പോലെ ഇട്ട് പോയിട്ട് അവിടെയൊക്കെ റിവ്യൂ ചെയ്യാൻ ഭയം. റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിഗ് ലോസുകളൊക്കെ കാരണം ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ചില പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മളെ റെന്റ് അത് അവിടെ ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ കൊടുത്താൽ എന്ത് എന്നുള്ളതൊക്കെ റിവ്യൂ ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്ന ആളുകൾ ബിസിനസ്മാൻമാരിലുണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ല, അനുഭവമാണ്. എനിക്ക് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകാറില്ല. ഫിനാൻസ് എന്ത് എന്നുള്ളത് പോലും അറിയാത്ത, അതായത് ചെറിയ ബിസിനസ് വലുതായി വന്നതാണ്. അവിടെ എന്താണ് ബിസിനസിന്റെ ABCD, ബിസിനസിന്റെ ലാംഗ്വേജ് എന്താണ്, ബിസിനസിന്റെ ലാംഗ്വേജ് ഫിനാൻസ് ആണ്. ഫിനാൻസിനും തൊടാതെ കുറെ കസ്റ്റമർ വരുന്നു, ഭയങ്കര തിരക്കിലാണ് അവര്. കുറെ കച്ചവടം ചെയ്യുന്നു, കുറെ ഡെലിവറി ചെയ്യുന്നു, കുറെ അങ്ങോട്ട് എല്ലാം അവൻ തന്നെ, വണ്ടി എടുത്ത് ഓട്ടി ഡെലിവറി ചെയ്യുന്നതും അവൻ തന്നെ, വാങ്ങുന്നതും അവൻ തന്നെ, വിൽക്കുന്നതും അവൻ തന്നെ. ആ ആളാണ് 2, 3, 4 ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളതിന് 100% സിസ്റ്റമാറ്റിക് ആക്കുക. അതിന് നിങ്ങൾ പറഞ്ഞ പോലെ റിവ്യൂ ചെയ്യുക. കൃത്യമായി റിവ്യൂ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ വേണ്ട സിസ്റ്റങ്ങൾ കൊണ്ടതിന് ശേഷമല്ലാതെ മറ്റൊരു എക്സ്പാൻഷനിലേക്ക് പോകരുത്.